നമസ്കാരം. എല്ലാ മലയാളികൾക്കും ജനഭൂമിയുടെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നത് വേൾഡ് ബാങ്ക് ഇറക്കിയ ഒരു റിപ്പോർട്ടാണ്. 2022 വേൾഡ് ബാങ്ക് ആ റിപ്പോർട്ട് ഇറക്കിയത്. അതായത് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന മുസ്ലിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ വലിയ യാഥാസ്ഥിതികവാദികളായി മാറുന്നു. വഹാബി ഫിലോസഫി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വീട്ടിലെ സ്ത്രീകളെ വളരെ മൃഗീയമായി ആക്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സ്വാതന്ത്ര്യം കുറയ്ക്കുന്നുണ്ട്. അവരെ പർദ്ദയ്ക്കുള്ളിലേക്ക് തളച്ചിടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന തരത്തിൽ അദ്ദേഹം ഒരു കാര്യം അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ട്, അദ്ദേഹത്തിന്റെ ട്വീറ്റ് ആദ്യം ഒന്ന് വായിക്കാം. These are disturbing reports. Kerala has been host to a liberal, progressive practice of Islam, fully in tune with the coexistence and communal harmony prevalent across the state. Kerala is proud of its record of educating Muslim girls and women to same level as boys and men. The import of conservative and even reactionary attitudes and customs from abroad, as suggested by this report, is fundamentally at variance with what Kerala has long been about. This requires a serious introspection and internal discussion within the Muslim community as well. അദ്ദേഹം ആ കാര്യം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ ചർച്ച ചെയ്യുക. കാരണം വളരെ ദീർഘനാൾ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള വളരെ പുരോഗമനാത്മകമായ ഒരു അപ്രോച്ച് സ്വീകരിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് ഇസ്ലാം കമ്മ്യൂണിറ്റി. ആ ഇസ്ലാം കമ്മ്യൂണിറ്റിക്ക് അകത്ത്, അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ആയാലും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ സൗദി അറേബ്യയിൽ നിന്ന് അടുത്ത കാലത്തൊക്കെ വരുന്ന അവിടുത്തെ മുസ്ലിങ്ങൾ, അവിടുന്ന് വരുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ തൊഴിൽ തേടി സൗദി അറേബ്യയിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ വഹാബി ഐഡിയോളജി വളരെയധികം ആഴത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു എന്നുള്ളതാണ് 2022 വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട്. അതിന് മുന്നേയും ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ജോർദാൻ പബ്ലിഷ് ചെയ്ത മറ്റൊരു റിപ്പോർട്ടുണ്ട്. അതായത് ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട് എന്ന് ജോർദാൻ പോലുള്ള രാജ്യം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെയധികം ഭയത്തോടുകൂടി, അധികം ആശങ്കയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു റിപ്പോർട്ട് തന്നെയാണ്. തീർച്ചയായും ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായി ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പൊതുസമൂഹം, മുസ്ലിം മതവിഭാഗത്തിനപ്പുറം പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ഭാരതം വളരെ പ്രോഗ്രസീവായിട്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങളെ കാണുന്നത്. മുസ്ലിം സ്ത്രീകൾക്കിടയിൽ പ്രശ്നങ്ങൾ ചില കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നു എന്നും, പ്രത്യേകിച്ചും ട്രിപ്പിൾ തലാഖ് പോലുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ ട്രിപ്പിൾ തലാഖ് എന്നത് ക്രിമിനൽ കുറ്റമായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി ബൈഗമി ആക്ട് വീണ്ടും മുസ്ലിം സമൂഹത്തിനിടയിലേക്കും ആപ്ലിക്കേഷൻ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും ഒരു വളരെയധികം ചില പോരായ്മകളുള്ള ഭാഗം കൂടി അവിടെ നിന്ന് മാറ്റപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. വഹാബി ഐഡിയോളജികൾ, വഹാബി ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിനിടയിലേക്ക് വ്യാപരിക്കുന്നത് അത്ര കണ്ട് നല്ല ഒരു ലക്ഷണമായിട്ട് ആർക്കും തന്നെ തോന്നുന്നില്ല. പ്രത്യേകിച്ചും ശശി തരൂരിനെ പോലുള്ള വളരെയധികം ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല, അത് തോന്നുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പക്ഷെ അദ്ദേഹം വളരെ വിനയാന്വിതനായി വന്ന് പൊതിഞ്ഞു പിടിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടെ വളരെ മൂർച്ചയേറിയ ഭാഷയിൽ സംസാരിക്കേണ്ട കാര്യം തന്നെയാണ് ഇത്. അത് യാതൊരു സംശയവുമില്ല. കാരണം ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല, ഒരു ജെൻഡറിന്റെ പ്രശ്നമാണ്. ഭാരതം സ്ത്രീ സംവരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ആർക്കും തന്നെ വിട്ടുകൊടുക്കുവാൻ പാടില്ല. ഷബാനു കേസ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലെ ഭരണകൂടം എടുത്ത നിലപാട്. ഷാബാനു കേസിന് സുപ്രീം കോടതി ഷാബാനുവിന്റെ കാര്യത്തിൽ ഇടപെട്ട, അവരുടെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെട്ട, ജീവനാംശം കിട്ടുന്നതിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇടപെട്ട അതേ വിധിക്ക് ഘടകവിരുദ്ധമായ തീരുമാനമാണ് അന്നത്തെ കോൺഗ്രസ് രാജീവ് ഗാന്ധി സർക്കാർ എടുത്തത് എന്നുള്ളതാണ്. അതിൽ പ്രതിഷേധിച്ചാണ് നമ്മുടെ കേരളത്തിന്റെ ഒക്കെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വരുന്നതൊക്കെ ആ ഒരു സാഹചര്യത്തിലാണ്. അദ്ദേഹം ആ സമയത്ത് നിയമമന്ത്രിയൊക്കെ ആയിരുന്നു എന്നതാണ്
മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അദ്ദേഹം കോൺഗ്രസ് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്നു, വളരെ ശക്തനായ ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹം കേരളത്തിന്റെ ഗവർണർ ആയിരുന്നപ്പോൾ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം എത്രത്തോളം ശക്തനായിരുന്നു എന്ന ആ കാലഘട്ടത്തിൽ തന്നെ. അങ്ങനെ വളരെ ശക്തമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളെ പ്രതിഷേധിക്കുന്ന ശബ്ദങ്ങളും കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ശബ്ദങ്ങളെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഷാബാനുവിനെതിരായിട്ടുള്ള ഒരു നിയമം പാസ്സാക്കുന്ന അന്നത്തെ സർക്കാർ. എന്തായാലും തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സൗദി അറേബ്യയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഈ ഒരു രീതിയിൽ സ്വഭാവത്തിലേക്ക് മാറുന്നത് തീർച്ചയായിട്ടും സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത് പ്രത്യേകിച്ചും സൗദി ഭരണകൂടത്തിന്റെ പ്രശ്നമായിട്ടല്ല, മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇസ്ലാമിക മൗലികവാദികൾ വളരെ ശക്തമായ രീതിയിൽ സൗദി അറേബ്യയിൽ നിലനിൽക്കുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അത് കോപ്പി ചെയ്യുവാൻ വേണ്ടിയിട്ട് മലയാളികളായിട്ടുള്ള ആൾക്കാർ തയ്യാറാകുന്നു എന്നതാണ്. അതിൻ്റെ അനുരണനമാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ അനുരണനമായിട്ട് ഭീകരവാദ ആശയങ്ങൾ പോലും കേരളത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. സൗദിക്ക് നേരിട്ട് ബന്ധമില്ല, പക്ഷേ സൗദി എന്ന രാജ്യത്തിനകത്തേക്ക് വിവിധ രാജ്യങ്ങൾ, ഇപ്പോൾ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ, ഭീകരവാദ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പോലും സൗദിയിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു. അവരുടെ ഇടയിൽ പ്രചരിക്കുന്ന, നമുക്കറിയാം താലിബാൻ പോലുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള സമീപനമെന്ന്, അടിക്കാം, തല്ലാം, പക്ഷെ എല്ലൊടിയാൻ പാടില്ല എന്നൊക്കെ തരത്തിൽ അതിനെ വളരെ പ്രോഗ്രസീവായിട്ട് ഇവിടെ പോലും ചില മത നേതാക്കന്മാർ അവരുടെ പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ചില വളരെ മോശമായിട്ടുള്ള സമീപനങ്ങളെ പോലും ഉൾപ്പെടുത്തുന്നു എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. 2022 വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് വളരെ സമഗ്രമായിട്ട് കേരളം ചർച്ച ചെയ്യണം. ശശി തരൂർ ഇത് തന്നെയാണ് ലക്ഷ്യം വെച്ച് അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് മുസ്ലിം സമൂഹം മാത്രമല്ല, മുഴുവൻ കേരളവും ഇത് ചർച്ച ചെയ്യണം. കാരണം കേരളത്തിലെ സ്ത്രീകളെ ഇത് കാര്യമായ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിലെ സ്ത്രീകളാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാനുള്ള, അല്ലെങ്കിൽ അവരെ ഇത് ബാധിക്കാൻ കൂടുതലായി. കാരണം കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം ആൾക്കാർ ഗൾഫ് മേഖലകളിലേക്ക് ജോലിക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ഇത് അതുകൊണ്ട് തന്നെ കേരളം ഇത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജനഭൂമി ആ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യം നമ്മൾ കേരളത്തിലെ മുഴുവൻ സമൂഹം, അതൊരു മതവിരുദ്ധമായ കാര്യമല്ല, ഒരു ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള കാര്യമല്ല. ഇസ്ലാമിനെ ശരിയായ രീതിയിലേക്ക്, ഇസ്ലാമിന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിലേക്ക് മുന്നേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൈപിടിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഒരു സമൂഹമായി നിലനിന്നുകൊണ്ട് തന്നെ പരിഷ്കരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഏത് സമൂഹമായാലും അതിൽ പരിഷ്കരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ ചില കോണുകളിൽ നിന്നൊക്കെ ഇതിനെതിരെ വരുന്നുണ്ട്. ശശി തരൂർ തന്നെ ഒരു മുസ്ലിം വിരുദ്ധമായ സമീപനമാണ് ഈ കാര്യത്തിലെങ്കിലും കൊണ്ടുവന്നത്. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സമീപനം ശരിയല്ല എന്ന അഭിപ്രായത്തോടു കൂടിയുള്ള സമീപനങ്ങളുണ്ട് ഇസ്ലാമിക സമൂഹങ്ങൾക്കിടയിൽ നിന്ന്, ചില പ്രസ്ഥാനങ്ങൾക്കിടയിൽ നിന്ന്. അദ്ദേഹത്തിന്റെ പാർട്ടി പോലും ഇത് 100% ഓൺ ചെയ്തിട്ടില്ല. അതിൽ അവരുടെ ഇടയിൽ തന്നെ വിമർശനങ്ങളുണ്ട്. കാരണം അവരുടെ ഇപ്പോഴത്തെ ഒരു സമീപനം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് എത്ര കണ്ട് വളരെയധികം ശക്തമായിട്ട് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഉന്നയിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. പക്ഷേ പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യണം. കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇതിലൊരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. വളരെ കൃത്യമായി വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ജെൻഡർ ന്യൂട്രാലിറ്റി ആഗ്രഹിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. കൂടുതൽ സ്ത്രീകൾ തൊഴിലിടങ്ങളിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ, അതല്ലെങ്കിൽ കൂടുതൽ സ്ത്രീകൾ വളരെ പുരോഗമനാത്മകമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറായി മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ കാര്യമായ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ലേബർ ഫോഴ്സ് തന്നെ അസ്തമിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.